സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 4 ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്തെ കാലവർഷം എത്തിച്ചേരുമെന്നാണ് സൂചന. അതേസമയം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തിരുവനന്തപുരത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. മഴ ശക്തിപ്പെടുമ്പോൾ തലസ്ഥാന നഗരം വെള്ളത്തിലാകുന്നു എന്ന ആശങ്ക തലസ്ഥാനവാസികൾ പലരും പങ്കുവച്ചു. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജ്മൽ, വെള്ളക്കെട്ടിലെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. കാലവർഷം എത്തിയില്ല എങ്കിൽ പോലും വേനൽ മഴ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള മഴക്കെടുതികൾ അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ തലസ്ഥാന ജില്ലയിൽ അതിന്റെ ഏറ്റവും വലിയ നേർക്കാഴ്ച എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പഴവങ്ങാടിയാണ്. ഈ പഴവങ്ങാടി നഗരമെമ്പാടും ഇന്നലെ വൈകിട്ടോടെ ഒരു വെള്ളക്കെട്ടിൽ അമർന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നഗരവാസികൾക്ക് സഞ്ചരിക്കാനാകാത്ത വിധം കടകളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്നത് ഈ ആമയിഴഞ്ചാൻ തോടാണ്. ഈ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നത് നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന ഒരു തോടാണ്. ഇതിന്റെ അവസ്ഥ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. ഇവിടെ ആകെ മാലിന്യ കൂമ്പാരമാണ്. ഇത് നീക്കുക എന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കഠിന പ്രയത്നം ആവശ്യം വേണ്ട കാര്യമാണ്. എന്നാൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചതാണ് ഇന്നലെ ഇവിടെ ഉണ്ടായ ഈ വെള്ളക്കെട്ടിന്റെ കാരണമെന്നാണ് പ്രദേശവാസികളെമ്പാടും പറയുന്നത്. ഈ ഭാഗത്ത് കാണുന്ന ഈ ചാക്കുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഈ ഭാഗം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ബുൾഡോസർ ഇറക്കുന്നതിന് വേണ്ടി ഇടിച്ചിട്ട ഭാഗമാണ്. അതൊരു മതിലാണ്. എന്നാൽ ആ ഭാഗത്ത് തിരിച്ച് ആ മതിലിന്റെ ഭാഗത്ത് വീണ്ടും പുനർനിർമ്മാണം നടത്താതിരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വെള്ളം മുഴുവൻ കരക്ക് കയറുന്നതിനും ഈ നഗരമെമ്പാടും വെള്ളം പരക്കുന്നതിനും കാരണമായി മാറിയത്. പിന്നാലെ ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ ഇവിടെ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ ഈ റോഡിന്റെ ഭാഗത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ അസഹനീയമായ ദുർഗന്ധമാണ് എസ്കേനുള്ളത്. അത് മാത്രമല്ല ഈ ഭാഗത്തെമ്പാടും ഇപ്പോഴും ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു തന്നെ തുടരുന്നുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് മുഴുവൻ ഇന്നലെ വെള്ളക്കെട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ മുഴുവൻ പൊട്ടിയിട്ട് 1 മാസം വരെ ആയി. അവിടെ പൊട്ടിച്ചിട്ടില്ല. അവർ ഇതുവരെ കെട്ടില്ല. കെട്ടാത്തത് കാരണം കണ്ടമാനം വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അത് വന്ന് ഈ ആ കട ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകി ആ ഗ്രാമം മുഴുവൻ പോയി. ഈ വീട്ടിനകത്തോട്ടൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ കടയ്ക്കകത്ത് വന്നു, ആ കടയ്ക്കകത്ത് വന്നു. ഈ ആമഴിഞ്ചൻ തോടിന്റെ ഭാഗത്താണ് നിങ്ങൾ താമസിക്കുന്നത്. ഈ തോട്ടിന്റെ ഭാഗത്തുനിന്ന് വെള്ളം കയറുക എന്ന് പറയുന്ന വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. എപ്പോഴും അത് പ്രശ്നമാണ്. ഇപ്പൊ ഇവിടെ ഇപ്പൊ കെട്ടിയില്ലെങ്കിൽ ആ പട ബുദ്ധിമുട്ടാണ്. ഇതാണ് എസ്കേൻ ഈ പറഞ്ഞതുപോലെയാണ് ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ട് തന്നെയാണ്. അതിനൊരു പരിഹാരം കാണുക എന്നതാണ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിലൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു സംശയവുമില്ല. മേയർ പറയുന്നത് ഇനിയും 101 വാർഡുകളിൽ ശക്തമായ ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ്. ഇപ്പോൾ ഏതായാലും രാവിലെ തന്നെ കാറും കോളും ഒക്കെ ആയി നഗരമാകെ മേഘാവൃതമായിരിക്കുകയാണ്. ഇനിയും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. നിലവിൽ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാല പൂർവ്വ ശുചീകരണം വേഗത്തിലാക്കണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. എസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.